വിഷു ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നാടും നഗരവും. പച്ചക്കറി മാർക്കറ്റുകളിലെല്ലാം രാവിലെ മുതൽ തന്നെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കച്ചവടം പൊടി പൊടിക്കുന്നതായി വ്യാപാരികളും പറയുന്നു. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് മുബാറക് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. വിഷു ഇങ്ങ് എത്തിക്കഴിഞ്ഞു. കോഴിക്കോട്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ്. നിലവിൽ കോഴിക്കോട് നമ്മൾ നോക്കിയാൽ തെക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ കുറച്ചുകൂടി ആവേശകരമായി വിഷു സദ്യയും അതുപോലെ കൈനീട്ടവും അടക്കം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇവിടെ നടക്കുന്നു. എന്തായാലും നമ്മൾ പാളയം മാർക്കറ്റിലാണുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ആളുകൾ ഇവിടേക്ക് പച്ചക്കറികളും മറ്റ് സാധനങ്ങളും വാങ്ങാനായി പാളയം മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരുപാട് ആളുകൾ സാധനങ്ങൾ വാങ്ങി പോകുന്നവരുണ്ട്. വാഹനങ്ങളിൽ സാധനങ്ങൾ കയറ്റി വീട്ടിലേക്കും മറ്റും കടകളിലേക്കും മറ്റും പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെ നിരന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? വിഷു ഓണമൊക്കെ പ്രമാണിച്ച് ജനങ്ങൾ മാർക്കറ്റിൽ കയറും. സാധനങ്ങളൊക്കെ വില കുറവാണ്. സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള കച്ചവടമില്ല. ജനങ്ങൾ വില അന്വേഷിച്ചിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കുക. വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനം എന്താ? അത് വെണ്ടക്ക, പയറ്, വൈതിരിങ്ങ, കയ്പ, മുരിങ്ങ. ആ സാധനം നിർബന്ധമാണ്. പറ്റ വില കുറവാണ്. മുരിങ്ങക്കായ ആണെങ്കിലും 40 റുപ്യ ഉള്ളൂ. ക്യാരറ്റ് ആണെങ്കിലും 40 റുപ്യ ഉള്ളൂ. വെണ്ടക്ക ആണെങ്കിലും 40 ഉള്ളൂ. കണിവെള്ളരിയാണല്ലോ ഇതിലൊരു താരം. അതെ, എന്താണ് അതിൻ്റെ ഒരു വില? കണിവെള്ളരി 30 റുപ്യ 40 റുപ്യ മിനിമം. നിലവിൽ എന്താണ് വിഷുവിൻ്റെ ആളുകളൊക്കെ തിരക്കെത്തി തുടങ്ങി കഴിഞ്ഞോ? ഇന്നലെയൊക്കെ തിരക്കുണ്ടായിരുന്നു? ഇന്നലെയൊക്കെ തിക്കും തിരക്കും തന്നെ ആയിരുന്നു. കാരണം തിക്കും തിരക്കും കൂടാനുള്ള കാരണം സർക്കാരിന് ഈ പെൻഷൻ ജനങ്ങളെ കയ്യിൽ മുൻകൂറായിട്ട് കിട്ടിക്കഴിഞ്ഞ്. അപ്പോൾ സർക്കാരിന് ഈ പണം കൊണ്ട് ജനങ്ങൾ മുട്ടായി തെരുവുകളിലും പാളയത്തും ഷോപ്പുകളിലും ഒക്കെ കയറി ഇറങ്ങിയ പണം ചെലവാക്കാണ്. ഇത് ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടില്ല. വിഷു ആഘോഷം അടിപൊളിയാക്കുവാണ് കോഴിക്കോട്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ വിഷു ആഘോഷിക്കുന്നതാണ്. കാരണം ഒന്നറിയാതെ കിട്ടാൻ 4000 റുപ്യ ജനങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത് പോലെ പെൻഷൻ അടക്കം കിട്ടിയ പണം ഇത്തവണ വിഷു ആഘോഷങ്ങൾക്കായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ മുതൽക്ക് ഇന്ന് വൈകുന്നേരം വരെയും വലിയ തിരക്കുണ്ടാകും. എന്തായാലും വിഷു ആഘോഷം കളറാവട്ടെ. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ അതേന്ദർ ജിത്തുവിനൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.